പാപ്പാൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. പാപ്പാനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യുന്നില്ല തൽക്കാലം. പക്ഷേ അല്ല, ആന വീണ്ടും കുറച്ച് പ്രശ്നക്കാരനാവുന്നുണ്ട്. ആന ഇതല്പം കുഴപ്പം പിടിച്ചൊരവസ്ഥയാണ്. പാപ്പാൻ മുൻപിൽ നിൽക്കുന്നുണ്ട്, പക്ഷേ ആനയെ പൂർണ്ണമായും തളച്ചിട്ടില്ല. കാൽഭാഗത്ത് ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാപ്പാനെ ഉപദ്രവിക്കുമെന്നൊരു ആശങ്കയുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പാപ്പാൻ്റെ പിന്നിൽ തന്നെയുണ്ട്. ആന കുറച്ച് അസ്വസ്ഥനാവുന്നുണ്ട്. ഇപ്പോൾ വീടിന് പരിസരത്താണ് നിൽക്കുന്നത്. ആന മുമ്പോട്ട് വരുന്നുണ്ട്, ആ ചെറിയ ഭാഗത്തുകൂടി മുമ്പോട്ട് വരുന്നുണ്ട്. പാപ്പാൻ ആനയ്ക്ക് മുന്നിൽ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും പാപ്പാൻ പറയുന്നത് ആന കേൾക്കുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പാപ്പാൻ്റെ പിന്നാലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആന ചെറിയൊരു അസ്വസ്ഥത നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. ഒരു മരത്തിൻ്റെ ഒരു ഭാഗം, ചില്ലയുടെ ഒരു ഭാഗം നേരിട്ട് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മതിൽക്കെട്ടിനുള്ളിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ പിന്നാമ്പുറത്തുകൂടിയാണ് ആന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാടും പടലും ഒക്കെയുള്ള പ്രദേശമാണ്. അത് കടന്ന് വീണ്ടും ആന ഒരു ഭാഗത്തേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആന നടന്ന് നീങ്ങുന്നുണ്ട്. പാപ്പാൻ തൊട്ട് മുന്നിലും നീങ്ങുന്നുണ്ട്. പാപ്പാന് ആനയെ നിയന്ത്രിച്ച് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിലേക്കാണ് ആന എത്തിയിരിക്കുന്നത്. ഇനി ആ വാഴകളുടെ അവസ്ഥ എന്താവും എന്നുള്ളതാണ്. ആ കർഷകൻ്റെയൊക്കെ നെഞ്ചിടിക്കുന്നുണ്ടാവും. വാഴയൊന്നും കാര്യമായി ഉപദ്രവിക്കുന്നുണ്ടോ? പാപ്പാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്, പൂർണ്ണമായും തളച്ചിട്ടില്ല. പാപ്പാൻ ആനയെ അനുസരിപ്പിക്കാനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വാഴത്തോപ്പ കണ്ടപ്പോൾ അല്പം ശാന്തനായോ? കുറച്ച് സമാധാനമുണ്ട് എന്ന് തോന്നുന്നു. നേരത്തെ ഉള്ളതുപോലെയുള്ള ആക്രമണ സ്വഭാവം ആന പ്രകടിപ്പിക്കുന്നില്ല. നേരത്തെ ഒരു കാറൊക്കെ എടുത്ത് മതിൽക്കെട്ടിനോട് ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ പാപ്പാൻ ആനയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആനയെ പൂർണ്ണമായും തളച്ചു എന്ന് പറയാൻ കഴിയില്ല ഇപ്പോഴും. വീണ്ടും ആന തിരിഞ്ഞു. തീർച്ചയായിട്ടും അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യമുണ്ട്. പാപ്പാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തളയ്ക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. വീണ്ടും കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർത്തു. വീടിൻ്റെ ഷെഡ് ആന തകർക്കുകയാണ്. അല്പം ആശങ്കപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട്. വീണ്ടും വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട്. ഒരു ഷെഡ് തകർക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആനയെ പൂർണ്ണമായും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അടക്കം സുരക്ഷിതമായ അകലത്തിൽ തന്നെ നിൽക്കണം. കാരണം ആന അല്പം പരിഭ്രാന്തനാണ്. ആനയുടെ വാലിൽ പിടിക്കാനും ആനയെ നിയന്ത്രിക്കാനും പാപ്പാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാപ്പാൻ്റെ നിർദ്ദേശങ്ങൾക്ക് ആന വഴങ്ങുന്നില്ല. ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു ഷെഡിൻ്റെ ഒരു ഭാഗം ആന തട്ടിയിട്ടു. വീണ്ടും ആന തിരിച്ച് ആ വഴിയിലൂടെ പോകുന്നു. വാഴത്തോപ്പിലേക്ക് എത്തിയ ആന തിരിച്ചു വീണ്ടും ആ കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് മടങ്ങുകയാണ്. വന്ന വഴിയെ പാപ്പാൻ്റെ നിർദ്ദേശങ്ങൾക്ക് ആന വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. വിയ്യൂർ ഭാഗത്താണ് ഇപ്പോൾ ഈ ആന ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, വിയ്യൂർ ഭാഗത്തുള്ളവർ തൽക്കാലം പുറത്തിറങ്ങാതിരിക്കുക. വിയ്യൂർ റെസിഡൻഷ്യൽ ഏരിയയിലെ ഭാഗത്താണ് ആന ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. മതിൽക്കെട്ട് തകർത്താണ് ആന പോയത്. നേരത്തെ ഒരു കാറ് തകർത്തു, ഓട്ടോറിക്ഷ തകർത്തു. ഇപ്പോൾ ആ വീടിൻ്റെ ഒരു ഭാഗം വീണ്ടും തകർക്കുന്നു. വീടിൻ്റെ ഒരു ചായ്പ് തകർക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാരൊക്കെ ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വീണ്ടും ആന മറ്റൊരു ഭാഗത്തുകൂടി വീണ്ടും ഒരു വീടിൻ്റെ പിൻവശത്തേക്ക് എത്തുകയാണ്. അവിടെയും ആനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആനയ്ക്ക് ആ വഴി കിട്ടുന്നതുമില്ല. വീടിൻ്റെ പിൻഭാഗത്തുകൂടിയാണ്. കൊല്ലത്തുനിന്ന് കൊണ്ടുവന്ന ആനയാണ്. കുളിപ്പിച്ച് വീണ്ടും അവിടെയുള്ള ഒരു മരമോ വീടിൻ്റെ ഒരു ഷെഡ് എടുത്ത് തകർക്കുന്നു. ഒരു ഷെഡ് തകർത്ത് കളയുന്നു. വീടിൻ്റെ പുറകുവശത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ഷെഡാണ് ഇപ്പോൾ പൂർണ്ണമായും ആന അതിൻ്റെ മേൽക്കൂര തകർത്ത് തരിപ്പണമാക്കി. ഒരു വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ. ആ ഭാഗത്തുള്ളവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആന അല്പം വയലൻ്റ് ആവുന്നുണ്ട്. ആ ഭാഗത്തുള്ളവരോട് പ്രത്യേകം പറയുക, ഒരു കാരണവശാലും ആ വീടിൻ്റെ ഉൾഭാഗത്തും സുരക്ഷിതമല്ല എന്നതാണ്. വീടിൻ്റെ പിൻഭാഗത്തുള്ള ഒരു തകര ഷെഡ് പൂർണ്ണമായിട്ടും വലിച്ച് താഴേക്കിട്ടു. ആന വയലൻ്റായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും
ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തൃശ്ശൂരിൽ വിയൂരിലാണ് ഇന്ന് രാവിലെ കുളി കഴിഞ്ഞു പോകവെയാണ് ആന ഇടഞ്ഞത്. പാപ്പാലിന്റെ നിയന്ത്രണത്തിലില്ല. ശബ്ദങ്ങളൊക്കെ കേൾക്കാം. വീടിൻ്റെ ചില ഭാഗങ്ങളും തകര ഷീറ്റുകളും ഒക്കെ തകർക്കുന്ന ശബ്ദങ്ങളാണ് പ്രേക്ഷകർ കേൾക്കുന്നത്. നാട്ടുകാരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഇടുങ്ങിയൊരു പ്രദേശത്താണ്. പക്ഷേ ആന എന്തോ അതൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും വീണ്ടും അടുത്ത ഷെഡ് തകർക്കുന്നു. രണ്ടാമത്തെ ഒരു കാർ ഷെഡ് പോലുള്ള വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു ഭാഗമാണ് തകർക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ വീട്ടിൽ ആൾക്കാരുണ്ട് എന്നാണ് തോന്നുന്നത്. ആ വീടിൻ്റെ മേൽക്കൂരയിൽ മേൽഭാഗത്ത് അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇതുവരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഉദ്യോഗസ്ഥർ 1-2 പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അവർക്കും കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ആരുടെയും നിയന്ത്രണത്തിലല്ല ആന എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. ആന ആ കോമ്പൗണ്ടിലെത്തി അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതാ നോക്കൂ, വീടിൻ്റെ ഓരത്തും വീടിൻ്റെ ഷെയ്ഡിലും സ്ഥാപിച്ചിരുന്ന ഷെഡുകൾ പൂർണ്ണമായിട്ടും തകരം കൊണ്ട് നിർമ്മിച്ചിരുന്ന ചെറിയ പാളികൾ പാത്തികളെല്ലാം തന്നെ ആന നശിപ്പിച്ചിരിക്കുന്നു. മതിൽ തകർത്തു, തകര ഷെഡുകൾ നശിപ്പിച്ചു, കാറ് കുത്തിയെടുത്ത് ഭിത്തിയോട് ചേർത്ത് വെച്ചു, 4 ബൈക്കുകൾ തകർത്തു. ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടില്ല. അതാ വീണ്ടും ആന അല്പം വയലന്റ് ആവുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ്. വീണ്ടും ആന അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ? വീണ്ടും ആന വയലന്റായി തന്നെ തുടരുകയാണ്. വീണ്ടും കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർക്കുന്നു. മതിൽ തകർത്തു പോകാനുള്ള ശ്രമം നടത്തുന്നു. വിയൂർ ഭാഗത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ കുളി കഴിഞ്ഞ് ഒരു ആന ഇടഞ്ഞ് ആന നടത്തുന്ന പരാക്രമണങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു വീടിൻ്റെ പുറകുവശത്തുള്ള ഭാഗം, സാധനങ്ങളൊക്കെ വെച്ചിരുന്നൊരു ഭാഗം പൂർണ്ണമായിട്ടും തകർക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആ വീടിൻ്റെ മുൻഭാഗത്തേക്ക് ആന വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ആളുകളും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് അടക്കമുള്ളവരും ഒക്കെ പോകുന്നുണ്ട്. നോക്കൂ, അവിടെയുള്ള വാഴയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. വീരിലുള്ള ജനവാസ മേഖലയിൽ വെച്ചാണ് ആന ഇടഞ്ഞോടിയതും. നോക്കൂ, ആന കുറച്ചുകൂടി വയലന്റായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. അല്പം ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. വീടിൻ്റെ പുറകുവശത്തുള്ള ഷെഡ് നശിപ്പിച്ചിട്ടുണ്ട്. ബൈക്കൊക്കെ അവിടെ നിന്ന് അവർ എടുത്തു മാറ്റുകയാണ്. തീർച്ചയായിട്ടും ആ ബൈക്ക് അവിടെ ഉണ്ടെങ്കിൽ ആന എടുത്ത് എറിയും. നേരത്തെ 4 ബൈക്കുകൾ നശിപ്പിച്ചു, ഒരു കാറ്, ഒരു ഓട്ടോറിക്ഷയും നശിപ്പിച്ചു. വീടിൻ്റെ പുറകുവശത്തുള്ള ഭാഗം തകര ഷെഡുകൾ നശിപ്പിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് ഈ ആനയെ തളയ്ക്കുക എന്ന അല്പം ആശങ്കയിലാണ് നിൽക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിൽ ആന നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശിവം ലക്ഷ്മി എന്ന കൊല്ലത്ത് നിന്ന് കൊണ്ടുവന്ന ആനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആന ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളമെടുത്ത് ദേഹത്ത് ചീറ്റുന്നതും പ്രേക്ഷകർക്ക് കാണാം.